അഡ്വക്കേറ്റ്, അവൻ്റെ പേര് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു കിണ്ണരായി അവനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഗൈസ്. ആ പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സഖാക്കൾ ദേവസ്വം ഭരിച്ചാൽ ഇതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ. ഏത് അണ്ടനും അടകോഴനും ഏത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ക്ഷേത്രത്തിനുള്ളിൽ കടക്കാം. വേണേൽ ശ്രീകോവിനുള്ളിലും വന്മാർ കയറ്റും. പൂണിത്ര പൂർണ്ണത്രയ ക്ഷേത്രത്തിനുള്ളിലെ ഒരു ദൃശ്യം കണ്ടല്ലോ. ഫഹദ് ഫാസിലും നസ്രയും കൂടെ നിൽക്കുന്ന ദൃശ്യമാണ് ഗൈസ് ഈ മെഹാൻ ഷെയർ ചെയ്തേക്കുന്നത്. ക്ഷേത്ര ആചാര ലംഘനം നടത്തിയ ഒരുത്തിനെയും വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? നമുക്ക് നോക്കാം. എന്റെ പൊന്നെ, ഇമാതിരി കുരു പൊട്ടാൻ അണ്ണന്റെ കല്യാണത്തിനാണോടെ അവര് വന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ തനിക്കൊരു കല്യാണം, തൻ്റെ കല്യാണമല്ല, ഒരു സാധാരണക്കാരൻ്റെ കല്യാണം, ഇപ്പൊ എൻ്റെ കല്യാണം നടക്കുവാണെങ്കിൽ എനിക്ക് മുസ്ലിംസ് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ക്രിസ്ത്യൻസ് ഫ്രണ്ട്സ് ഉണ്ട്, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്, പല ജാതി പല മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരെ എല്ലാവരെയും ഞാൻ വിളിക്കും? അതോ മുണ്ട് പൊക്കി നോക്കിയിട്ട് മാത്രമേ വിളിക്കാൻ പറ്റൂ, ഇവനെ അമ്പലത്തിലോട്ട് കയറ്റാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് വിളിക്കാതിരിക്കുവോ? എനിക്കത് മനസ്സിലാവാത്ത. ഹിന്ദുക്കളെ മാത്രം കല്യാണം വിളിച്ചാൽ മതി, ബാക്കി ആരെയും വിളിക്കേണ്ട. അങ്ങനൊന്നും ഇവിടെ നടക്കത്തില്ല. കേരളമാണിത്. നീയൊക്കെ പറയുന്ന പോലെ ജീവിക്കാൻ ഇവിടെ പറ്റത്തില്ല. നിനക്കൊക്കെ പറ്റില്ലെങ്കിൽ നീയൊക്കെയാണ് ഇവിടുന്ന് പോകേണ്ടത്. ഇവനെ പോലുള്ളവന്മാരെയാണ് ആദ്യം ചാട്ടവാറിനടിക്കേണ്ടത്. എന്തൊരു ചെറ്റത്തരമാണ് പറയുന്നത്. ഞാൻ മതം ഒന്നും നോക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ഈ മതം എന്ന് പറയുന്ന സാധനം ഞാൻ തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. എൻ്റെ നാട്ടിൽ ക്രിസ്ത്യാനി പെൺപിള്ളേരില്ലാത്തതിന്റെ പേരിൽ ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് ഞാൻ. സീരിയസ്ലി, തമാശ പറഞ്ഞല്ല. കാര്യം എൻ്റെ പഞ്ചായത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ വീട് പോലും ഇല്ല ഗൈസ്. അതുകൊണ്ട് മാത്രം പറയുന്ന ക്ലാപ്പൻ ഒരു അമ്പലം വെച്ച് കഴിഞ്ഞാൽ ഇവൻ അമ്പലത്തിൽ ഉത്സവത്തിന് അന്ന് ഇവൻ ആളെ നിർത്തും, വരുന്നവരുടെ തുണി പൊക്കി നോക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അകത്തോട്ട് കിടത്തത്തോളൂ. അങ്ങനത്തെ ഉള്ള ഷൊണ്ണേഷാണ് ഇവൻ. ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള ഇവനെയൊക്കെ എന്താണ് വിളിക്കുന്നത്? 2025 ആവാറായിട്ട് നേരം വെളുക്കാത്ത വെടലകൾ. വേറൊരുത്തരുണ്ടായിരുന്നല്ലോ നമ്മുടെ സ്ഥിരം വെടലേഷ് കണ്ണാമ്പി, VK ബൈജു, അവൻ്റെയൊക്കെ തന്തയായിട്ട് വരും തോന്നി. ഈ ഒരു പോസ്റ്റ് ഈ ക്ലാപ്പൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടി വന്ന കമൻ്റ് ആണ് ഗൈസ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. കാര്യം യഥാർത്ഥ ഹിന്ദുക്കൾ അല്ലെങ്കിൽ യഥാർത്ഥ മതവിശ്വാസികൾ ഇവനെ നല്ല രീതിയിൽ ഊക്കി വിട്ടിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ ഓരോന്ന് വായിച്ചു തരാം. അതിന് നീ നോക്കി ഏതെങ്കിലും കേസ് ജയിച്ചിട്ടുണ്ട്? ഇവൻ വക്കീലാണ് കേട്ടോ. ആദ്യത്തെ തന്നെ ഇവൻ്റെ അണ്ണാക്കിലിട്ടുണ്ട്. താങ്കളുടെ ബഹുമാനം കൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ അതായത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല എന്ന് പറയുന്ന സ്ഥലത്ത് ജാതി മത ഭേദമില്ല, ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായി പറക്കോട്ട് കാവ് താലപ്പൊലി എന്ന് പറയുന്ന ഒരു ഉത്സവം ഞങ്ങൾ ഗംഭീരമായി നടത്തുന്നുണ്ട്. ഈ ഗംഭീരമായി നടത്തുന്ന ഉത്സവത്തിന് മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് ക്രിസ്ത്യാനി കയ്യിൽ നിന്നും ഒക്കെ പിരിവ് നടത്തിയാണ് ഞങ്ങൾ ഉത്സവം ഗംഭീരമായി നടത്തുന്നതെന്നും പറഞ്ഞിട്ടാണ്. എടാ നാണോടാ, കേട്ട് പഠിക്കുക. ഇതാണ് മലയാളികൾ. താങ്കളുടെ ഉള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഒരുമാതിരി സുഡാപ്പികളെ പോലെ ആവരുത്. ഹിന്ദുവിൻ്റെ അട്ടിപ്പാറ അവകാശം ഒരു ഭ്രാന്തനും തീരെഴുതി കൊടുത്തിട്ടില്ല. അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞ സിനിമാ നടൻ വോട്ട് തെണ്ടാൻ വേണ്ടി സകല അരമനകൾ കയറി നടന്നപ്പോൾ കിരീടം പൊക്കി അടിച്ച് നടന്ന ഹിന്ദുത്വം ഉണർന്നില്ലേ? ചോദിക്കണം, എന്താ നിനക്കൊന്നും ഉണർന്നില്ലേ? അന്ന് ഉണർന്നില്ലേ? വോട്ട് തെണ്ടാനും എന്ത് കാര്യം സാധിക്കാനും അവിടെ ഒരു മതവും ഇല്ല, ഒന്നുമില്ല. അല്ലാത്തപ്പം ഇവന്മാർക്കൊക്കെ പറയുന്നില്ല. മൂത്രമൊഴിച്ച് കഴുകാത്ത സുനയുമായി ദൈവത്തെ കാണാൻ പോകുന്നത് നിന്നേക്കാൾ ബെറ്ററാണ് ആ മനുഷ്യൻ. പള്ളിയിൽ ഞാൻ കയറിയിട്ടുണ്ടല്ലോ പലവട്ടം, അവർക്ക് ഈ ചൊറിച്ചിലുണ്ടായിട്ടില്ലല്ലോ. പട്ടിണിയും പരിവട്ടവുമായി ഒരുപാട് ഹിന്ദുക്കളുണ്ട്, അവരെ ശ്രദ്ധിക്കാൻ വല്ല നടപടികളും കൈക്കൊള്ളുക. പട്ടിണിയായിട്ട് നടക്കുന്നവരൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാണ് സമയം? നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആദ്യം നീ പഠിക്കേണ്ടത് മറ്റ് മതങ്ങളെ റെസ്പെക്ട് ചെയ്യാനാണ്. ആരെയും റെസ്പെക്ട് ചെയ്യല് ഈ രാജ്യം നിന്റെ തന്തയുടെ ആണെന്ന് തീരെഴുതി ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ പഠിച്ച ഏതെങ്കിലും ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ നാട് ഹിന്ദുവിന്റെ മാത്രമാണെന്ന്? എനിക്ക് തോന്നുന്നു ഇവൻ ഇത്രയ്ക്കും കുരു പൊട്ടാൻ വേണ്ടിയിട്ട് ഇവൻ 3 നേരം ചാണകമാണെന്ന് തോന്നുന്നു ഭക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇവൻ ഇത്രയും കുരു പൊട്ടാൻ ചാൻസ് ഇല്ല. തീരത്ത് കിടക്കുന്ന പുഴുവിന് നിന്നേക്കാൾ അന്തസ്സുണ്ടാ. ഇവനെ പോലുള്ള ക്ണാപ്പന്മാർ വല്ലതും ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ